പ്രിയമുള്ളവരെ, നമ്മുടെ ന്യൂസിൽ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗോകുല ലേഔട്ടിൽ വീടുകൾ പൊളിച്ചു മാറ്റി അല്ലെങ്കിൽ കർണാടക ഗവൺമെന്റിന് എതിരെ ഒരു പ്രചരണം, വാർത്തകൾ, ന്യൂസുകൾ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിന്റെ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇവിടെ ഉണ്ട്. ഓൾ ഇന്ത്യ ക്യാൻസീസിന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാരവാഹികൾ മുനീർക്ക, അതുപോലെ അനീഷക, മറ്റു ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം അനീഷ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഇവിടെ നമ്മളെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വളരെ രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ സംഗമ എന്ന് പറയുന്ന ഈ ഒരു ട്രസ്റ്റാണ് ഇതുവരെ സംരക്ഷിച്ചു പോരുകയും അതേപോലെ തന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം നടന്നത് മുതൽക്കേ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ വന്നപ്പോൾ അത് കറക്റ്റ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന മനോഹരൻ സാറും നന്ദിനി മേടൊക്കെയാണ് ഇത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് 1 മണിക്കൂറോളം ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിധത്തിലുള്ള ഒരു പ്രചരണം ഇവിടെ നടന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നത്? ഇവിടെ ഒരു മുസ്ലിങ്ങളെ ഇവിടെ കുടിയൊഴിപ്പിച്ചു എന്നുള്ള നിലക്കുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലുമല്ല. കാരണം ഇവിടെ 20% ഹിന്ദുക്കളും ഉണ്ട്, റിലീജിയൻ പറയല്ല, എല്ലാവരും ഉള്ള ഒരു കോളനിയാണ് ഇത് മുസ്ലിങ്ങൾ മാത്രമുള്ള കോളനിയല്ല. ആ രീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേ സ്ഥാനത്ത് മനോഹരൻ സാറും നന്ദിനി മേടൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിലയ്ക്ക് ബാംഗ്ലൂരിലെ AIKMCC നൗഷാഖാന്റെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ വന്നിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നമ്മളെ പാലിയേറ്റീവ് കോർഡിനേറ്റർ റിയാസിന്റെ നേതൃത്വത്തിലും സതീഷ് ഷട്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ ആവുന്ന സഹായങ്ങൾ ഇവരോട് നമ്മളെ സഹായങ്ങൾ ചെയ്യാമെന്നുള്ള നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവനും ഏകദേശം 90%ഉം പ്രചരണങ്ങളാണ്. ഇപ്പൊ നിലവിൽ ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഫുഡ് ആവശ്യപ്പെട്ടപ്പോൾ അവർ വേണ്ട എന്നാണ് പറഞ്ഞത്. അവര് നാളെ ഉച്ചയ്ക്ക് മീറ്റിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ചാരിറ്റി സംഘടനകളുടെയും മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം നോക്കി അവർ പറയും എന്നാണ് പറഞ്ഞത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇവിടെ 3000 ജനങ്ങളെ ഒഴിപ്പിച്ചു എന്നാണ്. ഇവിടെ ആകെ 150ഓളം വീടുകളാണ് ഇവിടെ കാലിയാക്കിച്ചത്. അതുമാത്രമല്ല 1000 ആൾക്കാരെയാണ് ഇവിടെ താമസിപ്പിച്ചിരുന്നത്. അതിൽ 250 ആൾക്കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇവർ 750 ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷ്പ്രചരണമാണ്, ഇല്ലാത്ത പ്രചരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അത് KMCC വളരെ വ്യക്തമായിട്ട് ഇവരുമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രസ്താവന ഇവിടെ ഇറക്കുന്നത്. നമ്മളെ കൊണ്ടാകുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളോട് മനോഹർ സാർ തന്നെ ഇതുവരെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച മനോഹർ സാർ സംസാരിക്കും. 80 to 200 houses and almost 1000 people are actually on the street today. And these are very, very poor people. Some of them actually do small jobs. Some of them actually are surviving by doing seeking alms, begging. And it's an extremely sad situation. And I also very happy that actually thankful to AIKMCC that you have come here and you're organizing a